ബി.ജെ.പി. നേതാവും നടനുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു. 3 ജീവനക്കാരികൾ ഉൾപ്പെടെ 4 പേരെ പ്രതി ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചത്. പ്രതികൾ 66 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നും ഈ പണം കൊണ്ട് സ്വർണവും വാഹനങ്ങളും വാങ്ങിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. നാടകീയത ഏറെ കണ്ട കേസിലാണ് ഒടുക്കം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ജീവനക്കാർ പറഞ്ഞതൊക്കെ നുണയെന്ന് വ്യക്തമാക്കുന്നതാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നെന്ന് സ്ഥിരീകരിക്കുന്നു. ജീവനക്കാരികളായ വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവർ ചേർന്ന് 66 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ കണ്ടെത്തൽ. തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് സ്വർണവും സ്കൂട്ടറും വാങ്ങി. ബാക്കി പണം ഉപയോഗിച്ച് ആഡംബര ജീവിതവും നയിച്ചെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. ഇതിൽ പങ്കുണ്ടെന്ന് കണ്ടതോടെ വിനീതയുടെ ഭർത്താവ് ആദർശിനെയും പ്രതി ചേർത്തു. ആഭരണക്കടയിൽ ദിയ ഇല്ലാത്ത സമയത്ത് നടക്കുന്ന വിൽപ്പനയുടെ പണം ഇവരുടെ QR കോഡിലേക്ക് വാങ്ങിയെടുക്കുകയായിരുന്നു. ജീവനക്കാരുടെ ബാങ്ക് രേഖകൾ ഉൾപ്പെടെ തെളിവായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ കൃഷ്ണകുമാറും കുടുംബവും തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ചെന്ന ജീവനക്കാരുടെ പരാതിയിലെടുത്ത കേസിൽ അന്വേഷണം തുടരുകയാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.